സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദരപ്രണാമം. ഉത്തരരാമായണ പഠനം 14-ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പാരായണ ഭാഗം 2-ാം അധ്യായത്തിൽ 1195 വരി മുതലാണ്. നരകദർശനം. കൃതാന്തനെ, അതായത് യമനെ ജയിക്കാനായിട്ട് രാവണൻ തൻ്റെ സൈന്യങ്ങളുമായി യമലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെത്തി യുദ്ധകാഹളം മുഴക്കി. യമൻ്റെ അനുചരന്മാർ അദ്ദേഹത്തോട് വിവരം ധരിപ്പിക്കാൻ പോയി. ആ സമയം യമപുരിയൊക്കെ ഒന്ന് നോക്കിക്കാണാനായിട്ട് രാവണൻ ആഗ്രഹിച്ചു. അങ്ങോട്ട് ആ നരകത്തിലേക്ക്, നരകം എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന്, എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് ആണ് നരകത്തിലേക്ക് പോകുന്നത്. തങ്ങളുടെ കർമ്മങ്ങളനുസരിച്ച് ഇവിടെ രാവണൻ നേരിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്ന് കാണാനായിട്ട് ആ നരകം ദർശിക്കുകയാണ്. അതിൻ്റെ വർണ്ണനയാണ് ഇനി നമുക്ക് പാരായണം ചെയ്യുവാനുള്ളത്. പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കണ്ടാൻ കൃതാന്തപുരിയിൽ തഥാ ദശകണ്ഠൻ ഭയങ്കരമാം നരകങ്ങളെ. കൃതാന്തപുരി, കൃതാന്തൻ എന്ന് പറഞ്ഞാൽ യമൻ, കാലൻ. ആ യമപുരിയിൽ എന്താണ് കണ്ടത്? ദശകണ്ഠൻ ഭയങ്കരമായ നരകങ്ങളെ. താപമാറു നരകങ്ങളിൽ പാപികളെ ചേർത്തു ദണ്ഡിപ്പിക്കുന്നതും. വളരെ ദയനീയമായ കാഴ്ചകളാണ് കാണുന്നത്. പാപികൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പാപകർമ്മത്തിൻ്റെ കണക്ക് ഒക്കെ ചിത്രഗുപ്തൻ എടുത്തു വച്ചിട്ടുണ്ട്. അതനുസരിച്ച്, അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഓരോ നരകത്തിലേക്ക് ജീവനെ കൊണ്ടുപോകുന്നത്. അവിടെ വളരെ അത്യധികം ദണ്ഡിപ്പിക്കുന്നുണ്ട്. പുണ്യമതീവ ചെയ്തോരെ മനോഹര സ്വർണാലയെ സുഖിപ്പിക്കുന്നതും തഥാ. മറ്റൊന്നും കണ്ടു. ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരെ സ്വർണാലയെ, സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ കൊട്ടാരത്തിൽ ഇങ്ങനെ സുഖമായിട്ട് വാഴുന്നതും കണ്ടു. കാലസൂത്രമസിപത്രവനമഥ ശൂലപ്രോതം വൈതരണി എന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ. ഇവിടെ നരകത്തിൻ്റെ പേരാണ് പറഞ്ഞത്. നരകങ്ങളുടെ 4 പേരേ പറഞ്ഞിട്ടുള്ളൂ. 4-ാമത്തെ പേര് കാലസൂത്രം,
അസിപത്രവനം, അഥ ശൂലപ്രോതം, പിന്നെ വൈതരണി. 4 പറഞ്ഞിട്ടുള്ളൂ. 21 നരകങ്ങളാണെന്നും 28 പറയപ്പെടുന്നു. അത് ശ്രീമദ് ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ 26-ാം അധ്യായത്തിൽ നരകാനുവർണ്ണനം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏതൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തവർ ഏതൊക്കെ നരകത്തിലേക്ക് പോകുമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൊതുവെ നരകങ്ങളെപ്പറ്റി ഓരോ രീതിയിലുള്ള പീഡനങ്ങളെപ്പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് നോക്കാം രാവണൻ എന്തൊക്കെയാണ് കണ്ടതെന്ന്. അങ്ങനെ ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ ഉൾക്കടരോഷേണ. രോഷത്തോടു കൂടിയാണ് ദശാനൻ കണ്ടത്. എന്താ അങ്ങനെ രോഷത്തോടു കൂടി കാണാൻ? പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. എന്നായാലും ജീവിച്ചിരിക്കുമ്പോഴായാലും പിന്നെ മരണപ്പെട്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല നരകത്തിലാണോ സ്വർഗത്തിലാണോ. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നവരുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ കഥയൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന സത്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചിത്രീകരിച്ചതാവാം. സ്വർഗവും നരകവും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഓരോ നരകത്തിനും പ്രത്യേകം പേരുണ്ട്. അങ്ങനെ ഉൾക്കട രോഷേണയാണ് കണ്ടത്. രോഷത്തോടു കൂടിയാണ് കണ്ടത്. കാരണം ദശാനനൻ പാപകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിനും ഈ അനുഭവം വരുമെന്ന് വിചാരിച്ചായിരിക്കാം ഈ രോഷാകുലനായത്. എന്തായാലും അവിടെ കിടന്ന് പീഡനം അനുഭവിക്കുന്ന ഓരോ ജീവനെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദയ തോന്നി എന്നർത്ഥം. പിന്നെ തൽക്കാലം ഇങ്ങോട്ട് വരുന്നതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. കാരണം മരണപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടു ദശാനനൻ ഉൾക്കടരോഷേണ നായും നരികളും ചെന്നു കടിച്ചുടൽ കീറുന്ന നേരത്ത് ഖിന്നതയോടെ മുറയിടുന്നു ചിലരുടെ ദേഹം നായും നരികളും ചെന്ന് കടിച്ച് കീറുകയാണ്. ആ വേദനയോ കൊണ്ട് പുളഞ്ഞ് അലമുറയിടുക. വാച്ചകൃമികൾ കടിച്ചു വശം കെട്ടു മൂർച്ഛിച്ചു വീണു മുറയിടുന്നു ചിലർ. അതിഭീകര രൂപമായ കൃമികൾ ശരീരം, പൊഴുത്ത ശരീരം എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കൃമി അരിക്കുന്ന ശരീരം, കീടങ്ങൾ മരണപ്പെട്ട് കുറേ ദിവസങ്ങളാവാൻ തുടങ്ങുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് ജീവനുള്ള ശരീരം തന്നെ കൃമി അരിക്കുകയാണ്. കടിച്ചിങ്ങനെ വശം കെടുക, വലിയ വേദന കൊണ്ട് പുളയുകയാണ്. പിന്നെ ചുട്ടമണലാം മരുഭൂമി തന്നിലെ മുട്ടയിൽ നടന്നു മുറയിടുന്നു ചിലർ. മരുഭൂമിയിൽ ഇങ്ങനെ ചുട്ട പഴുത്ത് കിടക്കുന്ന മണലിനകത്തിൽ ആ മുട്ടിൽ നടന്നിട്ട് കാൽപാദം കൊണ്ടാണ് കുറച്ചൊക്കെ സഹിക്കാൻ. കാരണം അതിന് കട്ടി ഉള്ള തൊലിയാണല്ലോ. ഇതതുമല്ല, മുട്ടയിലാണ് നടത്തിക്കുന്നത്. ഒക്കെ യമകിങ്കരന്മാർ ചെയ്യിക്കുകയാണ്. ഈ കൃമികൾ കടിച്ചു വശം കെട്ടുന്ന ആ നരകത്തിന് കൃമിഭോജനം എന്നും പറയുന്നു.
അതിൽപ്പെടുന്നവരൊക്കെ ഈ പഞ്ചയജ്ഞങ്ങൾ ചെയ്യാത്തവരാണ്. ദേവയജ്ഞം, പിതൃയജ്ഞം മുതലായ യജ്ഞങ്ങളുണ്ടല്ലോ, അവയൊക്കെ ചെയ്യാത്തവരാണ്. അവ മാത്രമല്ല, ആർക്കും ഒന്നും കൊടുക്കാതെ സ്വയം അനുഭവിക്കുന്നവർ, അവർക്കാണ് ഇങ്ങനെയൊരു നരകം കൊടുത്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതിൽ ഇങ്ങനെ ഓരോരോ പാപകർമ്മങ്ങൾക്ക് ഓരോ നരകം. കൂരിരുട്ടായ കുഴികളിൽ വീണഴൽ പാരം മുഴുത്തുമുറയിടുന്നു ചിലർ. കൂരിരുട്ടായ കുഴികൾ, അഗാധ ഗർത്തങ്ങളിലേക്ക് പതിക്കുകയാണ് ഇരുട്ടത്ത്. അവിടെ കിടന്നിങ്ങനെ മുറവിളി കൂട്ടുക. ആരും അവിടെ നിന്ന് സഹായത്തിനില്ല. ആലോചിച്ച് നോക്കണം ഓരോ ജീവൻ്റെ ആ സമയത്തെ അവസ്ഥ. അതിനൊരു പക്ഷേ അന്ധതാമിശ്രം എന്നാണ് പറയുന്നത്. ഘോരാംബുധിയിലൊരു കര കാണാതെ പാരമുഴന്നു മുറയിടുന്നു ചിലർ. അഗാധഗർത്തമായിട്ടുള്ള സമുദ്രത്തിൽ, അതിൻ്റെ നടുവിൽ 4 സൈഡിലും ഒരു കരയും നമുക്ക് കാണാൻ സാധിക്കാതെ, യാതൊരു ആശയുടെ വെളിച്ചവും കിട്ടാതെ അതിൽ കിടന്ന് അലമുറയിടുന്നവരുണ്ട്. സത്യത്തിൽ അതുപോലെയാണ് സംസാര ജീവിതവും നമ്മുടെ. ഇതിൽ നിന്ന് പെട്ടെന്നൊരു കരകയറാൻ സാധ്യമല്ല. പിന്നെ നമുക്ക് ചെയ്യുവാനുള്ളത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി, ആത്മവിശ്വാസം വളർത്തി, ആത്മാവിനെ ആത്മാവ് കൊണ്ടറിഞ്ഞ് ആത്മജ്ഞാനം നേടിയാൽ ഇതിൽ നിന്ന് കരകയറാം. പിന്നെയോ, തീയിൽ കിടന്നു പൊരിഞ്ഞുരുകിയുടൽ അയ്യോ ശിവ ശിവയെന്നു കരകയും. ചിലരെ തീയിലിട്ട് അങ്ങനെ ചുടുകയാണ്. തണ്ണീർ തരുവതാർ പൈതാകമുണ്ടെന്ന് തന്നെ പറഞ്ഞു മുറയിടുന്നു ചിലർ. ദാഹിച്ചു പൊരിഞ്ഞു വലയുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ല, വെള്ളം ഒട്ടില്ല താൻ. ആ അവസ്ഥയെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓരോ പാപകർമ്മത്തിൻ്റെ ഫലമായിട്ട് ചെയ്യുന്ന ഇത് പലപ്പോഴും ജീവിതത്തിൽ തന്നെ സംഭവിക്കാം പലർക്കും. ഇനി നമുക്ക് അടുത്ത നരകത്തിലേക്ക് കടക്കാം. അവിടെ രാവണൻ എന്താ കണ്ടതെന്ന് നോക്കാം. ചെമ്പുകൊണ്ടുള്ള രൂപം പഴുക്കച്ചുട്ടു സംപ്രമോദേന തഴുകിച്ചും എപ്പോഴും പൊന്നിറമാമിവളെ പുണർന്നീട്ടു നീ അന്നോ നിനക്കുള്ളിലിന്നോ സുഖമുള്ളൂ എന്നു പറകയും നന്നായി തഴുകിച്ചും നിന്നീടും അന്തക കിങ്കരന്മാരെല്ലാം. കഷ്ടം. ഈ നരകത്തിന് പറയുന്നത് തപ്തസൂർമി എന്നോ മറ്റോ ആണ്. ജീവിച്ചിരിക്കുമ്പോൾ കാമാസക്തരായി അനുവാദമില്ലാതെയോ ബലാത്കാരമായോ തൻ്റെ കാമപൂർത്തി വരുത്തുവാനായി ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി ആണ് ഈ നരകം കിട്ടുന്നത്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവിടെ ചെല്ലുമ്പോൾ ആ രൂപത്തിന് മാത്രമേ മാറ്റമുള്ളൂ. എന്താണ് ചെയ്യുന്നത്? ചെമ്പുകൊണ്ടുള്ള രൂപം പഴുക്കച്ചുറ്റും സംപ്രമോദേന തഴുകിച്ചും എപ്പോഴും പൊന്നിറമാം ഇവളെ പുണർന്നിടു നീ അന്നോ നിനക്കുള്ളിൽ ഇന്നോ സുഖമുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ആ ചെമ്പ് ഉരുക്കി നല്ല സുന്ദരിയായ ഒരു സ്ത്രീരൂപം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചുട്ട് പഴുത്തിരിക്കുകയാണ്. എന്നിട്ട് അവളെ യമകിങ്കരന്മാർ അവിടെ നിന്നിട്ട്
ആ പുരുഷ ജീവനെ ബലാത്കാരമായിട്ട് പറയുകയാണ് ആ പുരുഷ ജീവനോട്, അതിനെ തഴുകൂ, അതിനെ ആലിംഗനം ചെയ്യൂ എന്ന്. എന്നിട്ട് ചോദിക്കും, ഇപ്പോഴാണോ നിനക്ക് സുഖം അതോ അന്നായിരുന്നോ എന്ന്. ആ പാപകർമ്മങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിരുന്ന സമയത്തോ അതോ ഇപ്പോഴോ? ആ വർണ്ണനെ ഒന്ന് ആലോചിച്ച് നോക്കണം. മറിച്ച് സ്ത്രീജനങ്ങളുടെ ആ ജീവന് കിട്ടുന്നത് പുരുഷരൂപമായിരിക്കുമെന്ന് മാത്രം. പാപകർമ്മങ്ങൾക്ക് എന്തായാലും ഫലം അനുഭവിക്കും, ഫലമുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അടുത്തത് നോക്കാം. ഉന്നതമാകിയ കുന്നിൻ മുകളിൽ നിന്ന് അന്യൂനതാപേന കീഴ്പോട്ടുരുട്ടിയും എയ്യുന്നതാരെന്നതേതുമറിയാതെ മെയ്യിൽ വന്ന അമ്പുകൾ കൊണ്ടും ബലാൽ. വലിയ കുന്നിൻ്റെ മുകളിൽ കയറ്റിയിട്ട് നേരെ അങ്ങ് താഴേക്ക് വിടുക. ഉരുണ്ട് ആ ജീവൻ ഇതാ കിടക്കുന്നു. എത്ര പീഡിപ്പിച്ചാലും ഇവിടെ ആ ജീവന് മരണമൊന്നുമില്ല. അങ്ങനെ വേദന കൊണ്ട് പുളയുകയല്ലാതെ, ചെയ്ത കർമ്മങ്ങളോർത്ത് ദുഃഖിക്കുകയല്ലാതെ വേറൊന്നും, പശ്ചാത്തപിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനിവിടെ സാധ്യമല്ല. അപ്പം വേറെ എയ്യുന്നതാരെന്നത് ഏതും അറിയാതെ മെയ്യിൽ വന്ന അമ്പുകൾ കൊണ്ടും വലാൽ. ആരായി അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. എവിടുന്നൊക്കെയോ അമ്പുകൾ ശരീരത്തിൽ തറയ്ക്കുന്നുണ്ട്. അതിവേദനയോടെ പുളയുകയാണ്. പിന്നെ ഈയവും നന്നായി ഉരുക്കി ചിലരുടെ വായിൽ പകർന്നു കുടിപ്പിക്കുകയും ചിലർ, അത് മറ്റ് പാപകർമ്മങ്ങൾ ചെയ്യുന്ന ചിലർക്ക് ഉള്ള എന്താ പറയുക, നരകമാണ്. ഈയം ഒരുക്കി വായിൽ ഒഴിച്ചു കൊടുക്കും. മൂത്രമല ജലചോര ചലങ്ങളാൽ പൂർത്തിയായുള്ള പുഴയിൽ കിടന്നുടൻ നീന്തിക്കുഴഞ്ഞതു തന്നെ കുടിക്കയും താന്തരായി വാഴുമനേക നാളിങ്ങനെ. ഇതിന് വൈതരണി നദിയെന്ന് പറയാറുണ്ടല്ലോ. മൂത്രവും മലവും ജലവും ചോരയും എല്ലാം കൂടി ഇങ്ങനെ സമ്മിശ്രമായിട്ട് കിടക്കുന്ന നദിയിൽ കൊണ്ടിട്ടേക്കുകയാണ്. അവിടുന്ന് കരകയറാനൊട്ട് സാധ്യമല്ല. അതിൽ കിടന്ന് അത് കുറച്ചൊക്കെ അകത്താക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ആ വൈതരണിയിൽ കിടന്ന് പൊങ്ങുകയാണ് ചെയ്യുന്നത്. ശൂലത്തിന്മേൽ കിടന്നാടുന്നിതു ചിലർ, കാലഭടന്മാർ കഴയിട്ടു ഞെക്കിയും ചുട്ട കൊടിൽ കൊണ്ടുടലിൽ പിടിക്കയും നിഷ്ഠുരമാവണ്ണം കൊക്കു വലിക്കയും. ഇനിയും ചില കർമ്മത്തിൻ്റെ ഫലമായിട്ട് ചെയ്യുന്നത് ശൂലത്തിൽ അങ്ങ് തറയ്ക്കും. എന്നിട്ട് അതിലിങ്ങനെ അനേകം നാൾ കിടക്കുകയാണ്. പിന്നെ ഈ കൊടിൽ ഇട്ടിട്ട് ശരീരം ഞെക്കും. അതും ചില കൊടിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ചുട്ട് പഴിപ്പിച്ചതായിരിക്കും, അത് വെച്ചിട്ടാണ് ഞെക്കുന്നത്. പിന്നെ വക്രതുണ്ടങ്ങളാൽ ഗൃധ്രകാകന്മാരും ആക്ഷികൾ കൊത്തിക്കുടയുന്നതും. പിന്നെ ഗൃധ്രകാകന്മാർ, ഗൃധ്രത്തെ പറ്റി നമ്മൾ സമ്പാദിയുടെ ചരിതം വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സമ്പാദി കഴുക രാജാവായിരുന്നു. അപ്പോൾ ഗൃധ്രം എന്ന് പറഞ്ഞാൽ കഴുകന്മാരും കാക്കകളും കണ്ണുകളിങ്ങനെ കൊത്തി വലിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിലരുടെ അവസ്ഥ. നായ്ക്കൾ 720 ഉഗ്രമായി രൂക്ഷതയോട് കടിച്ചു വലിക്കുകയും. വളരെ കൃത്യമായിട്ടുള്ള കണക്കൊക്കെ ഉണ്ട്. നായ്ക്കളുടെ കണക്ക് 720 നായ്ക്കളുണ്ട് അവിടെ. അവർ ആ നരകത്തിൽ കിടക്കുന്ന ജീവനെ ഇങ്ങനെ കട്ടിച്ച് വലിക്കുകയാണ് നായ്ക്കൾ.
രാക്ഷസർ വാൾ കൊണ്ടു വെട്ടിപ്പൊളിക്കയും വായിക്കുന്ന ചോര കുടിച്ചുടനാർക്കയും. ചില ദിക്കിലെ രാക്ഷസന്മാരെ ആ ജീവനെ ഇങ്ങനെ വെട്ടുകയാണ്. ജീവനെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിൻ്റെ അവസ്ഥ. അവിടെ ശരീരമുണ്ടോ ജീവനാണോ എന്നും നമ്മൾ പോയി കണ്ടതൊന്നുമില്ല. എന്തായാലും അവിടെ ജീവൻ ആ ശരീരമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിലാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്തായാലും ആ രാക്ഷസന്മാർ വെട്ടിപ്പൊളിക്കുകയാണ് വാൾ കൊണ്ട് ശരീരത്തെ. പിന്നെ വായ്പോട് വായും ആ മൂക്കും അമർത്തുടൻ. വായും മൂക്കും പൊത്തിയിട്ട് ശ്വാസം മുട്ടിക്കുകയാണ് ചിലരുടെ. വീർപ്പ് മുട്ടിച്ചു വിടയുന്നിതു ചിലർ, തുള്ളി നിലവിളിക്കുന്നതും കേൾക്കായി. എവിടെ പോയാലും ഈ നരകത്തിലെ അവസ്ഥകളൊക്കെ ഏകദേശമൊക്കെ ഇപ്പം രാവണൻ കണ്ടു. ആകെ ഒരു വിഷമസ്ഥിതി ആണ് രാവണന്. എന്തോ അറ്റമില്ലാതോളമുള്ള നരകങ്ങൾ മറ്റും പലതരം കണ്ടിതു രാവണൻ. എന്നാൽ ഇതൊക്കെ കണ്ട് തൻ്റെ ഈ ദുഷ്കർമ്മങ്ങൾ നിർത്താനുള്ള, തൻ്റെ ജീവിതശൈലി തന്നെ മാറ്റാനുള്ള ഒരു അവസരമായിരുന്നു. അതാണോ ഇവിടെ ഉണ്ടായെന്ന് നോക്കാം. താപേന ഘോര നരകെ കിടപ്പൊരു പാപികളെ കണ്ട നേരം ദശാനനൻ കാരുണ്യം ഉൾക്കൊണ്ടെടുത്തു കരേറ്റിനാൻ പോരിനടുത്താർ കൃതാന്ത ഭടന്മാരും. രാവണൻ മറിച്ചാണ് ചിന്തിച്ചത്. ഇവിടെ കിടക്കുന്ന ജീവനോട് രാവണൻ ഒരുപാട് ദയ തോന്നി. ആർക്കായാലും ദയ തോന്നും. അവരെ ഓരോരുത്തരെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് തുടങ്ങിയത്. മാത്രമല്ല യമപുരി തന്നെ ഇല്ലായ്മ ചെയ്ത് ഇങ്ങനെ ഒരു നരകം ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. എന്നിട്ട് അവിടെ വല്ല പൂന്തോട്ടമോ വല്ലതും ഉണ്ടാക്കി മനോഹരമായ സ്വർഗം പോലെ അങ്ങനെ അവിടെ മാറ്റുക. സ്വർഗം നരകം എന്ന് രണ്ടില്ല, ഒന്ന് മാത്രം മതി എല്ലാവർക്കും. ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും തനിക്കും അവിടോട്ട് എത്താമല്ലോ, ഈ നരകത്തിലേക്ക് വരണ്ടല്ലോ. അതുകൊണ്ട് ഈ നരകം മുഴുവനും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഓരോരുത്തരെയും അദ്ദേഹം രക്ഷപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴത്തേക്കും യമഭടന്മാരൊക്കെ യുദ്ധത്തിന് തയ്യാറായി എത്തിക്കഴിഞ്ഞു. ആരിവൻ ധർമ്മരാജാജ്ഞയെ ലംഘിപ്പാൻ ദൗരാജ്ഞം ഉൾക്കൊണ്ടിവിടേക്കു വന്നതും. ധർമ്മരാജൻ്റെ ആജ്ഞയാണ്. ചിത്രഗുപ്തൻ്റെ കണക്കനുസരിച്ച് ഏതൊക്കെ നരകത്തിലേക്കാണ് പറഞ്ഞു വിടുന്നതെന്നൊക്കെ ഇതൊക്കെ നിശ്ചിതമാണ്, പ്രകൃതിയുടെ തീരുമാനങ്ങളാണ്. അത് ലംഘിപ്പാൻ ആരാണ് ഈ ഒരു വിചിത്ര രൂപം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സാധാരണ നമ്മൾ പോയിട്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അത് ഇവർ പറയുന്നതുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളാൽ ചെന്നിങ്ങ് കൊണ്ടുപോന്നിടാതെ നമ്മുടെ രാജ്യത്തു വന്നതും അദ്ഭുതം. സാധാരണ യമഭടന്മാർ പോയിട്ട് ആ ജീവനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് യമപുരിയിലേക്ക്. ഇവിടെ നമ്മളെ പോയി വിളിക്കാതെ കൊണ്ടുവരാതെ ഒരാൾ എത്തിയിരിക്കുന്നു. ഏതവനാണ്? 10 തലയും 20 നേത്രവും ഹസ്തങ്ങളുമുണ്ട് 20 വന്നടോ. വിചിത്ര രൂപിയാണ്. 10 തലയുണ്ട്, 20 കണ്ണുകളുണ്ട്, അതുപോലെ 20 കൈകളുമുണ്ട്. ഇവൻ ആരടാ എന്നൊരു ചോദ്യമാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിശയത്തോടു കൂടി ചോദിക്കുകയാണ് യമഭടന്മാർ തമ്മിൽ. നീലാദ്രി പോലെ ഭയങ്കരനത്രയും കാലവശഗതനാക തന്നെ ദൃഢം.
നീലപർവ്വതം പോലെ ഭയങ്കര ശരീരമുള്ളവനാണ്. നീലാദ്രി പോലെ ഭയങ്കരൻ, എത്രയും കാലവശകതനാക തന്നെ ദൃഢം. ഏതായാലും ഇവിടെ എത്തിക്കഴിഞ്ഞു, കാലൻ്റെ വായിൽ തന്നെ പെടും, അതിന് സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യോന്യമിദ്ധം പറഞ്ഞായുധങ്ങളും സന്നാഹമോടെടുത്താർത്തടുത്തിടിനാർ. ആ യമകിങ്കരന്മാരെല്ലാവരും കൂടി സന്നാഹത്തോടുകൂടി, യുദ്ധസന്നാഹത്തോടുകൂടി അവരവരുടെ ആയുധങ്ങളുമായിട്ട് രാക്ഷസപ്പടയെ ചെന്ന് എതിർക്കാൻ തുടങ്ങി. ശ്രാദ്ധദേവാനുചരന്മാരെ അന്നേരം രാത്രിഞ്ചരന്മാർ തടുത്തു നിർത്തിയിടിനാർ. ശ്രാദ്ധദേവാനുചരൻ എന്ന് പറഞ്ഞാൽ അത് യമധർമ്മരാജാവിൻ്റെ അനുചരന്മാർ, യമഭടന്മാർ. അവരെ രാത്രിഞ്ചരന്മാർ, രാക്ഷസന്മാർ തടുത്തു നിർത്തി. ഇനി അങ്ങോട്ട് അവർ തമ്മിൽ അതിഘോരമായ യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ കൃതാന്തഭടന്മാർ ശരങ്ങളാൽ പുഷ്പകമായ വിമാനെ നിരന്നഴും ഗോപുരസൗധാദികൾ മുറിച്ചോരളവാഭയ പിന്നെയുമുണ്ടായി വരും ദൃഢം. കൃതാന്തഭടന്മാർ, യമഭടന്മാർ പുഷ്പക വിമാനത്തിൽ അസ്ത്രപ്രയോഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം അതിൽ നിന്നുകൊണ്ടാണ് യമഭടന്മാർ യമപുരി ആക്രമിക്കുന്നത്. അതിൽ ആ പുഷ്പക വിമാനത്തിൽ തന്നെ പ്രത്യേകം ഗോപുരങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപുര സൗധാദികൾ മുറിച്ചോരളവാഭയ, അത് ഒക്കെ അമ്പെയ്ത് മുറിച്ചിട്ടും അതൊക്കെ നശിപ്പിച്ചിട്ടും വീണ്ടും അത് പൂർവസ്ഥിതി പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? ബ്രഹ്മാവിനാൽ പുരാ നിർമ്മിതമാക്കിയ നിർമ്മല പുഷ്പകമാക്കയാൽ വിസ്മയം. അഹോ, ആശ്ചര്യമായിരിക്കുന്നു, ഇത് ബ്രഹ്മാവിനാൽ നിർമ്മിതമായതാണ്, അതുകൊണ്ട് അതിന് യാതൊരു കുഴപ്പവും വരുന്നില്ല. നക്തഞ്ചരേന്ദ്രനും അസ്ത്രജാലങ്ങളാൽ അത്തൽ ചേർത്തിടിനാൻ അന്തകസേനയെ. രാവണൻ യമഭടന്മാരെയൊക്കെ വലച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ അസ്ത്രപ്രയോഗങ്ങളാൽ. ശക്തിയോടന്തക കിങ്കരന്മാർ ഗദാശക്തിശൂലാദികൾ കൊണ്ടു സരഭസം നക്തഞ്ചരേന്ദ്രബലത്തെ പ്രയോഗിച്ചാർ വിത്രസ്തരായിതു രക്ഷോബലം തഥാ. ഉടൻ തന്നെ അതിശക്തിയോടുകൂടി അന്തക കിങ്കരന്മാർ, യമഭടന്മാർ ഗദ ശക്തിശൂലാദികൾ, ഗദ കൊണ്ടും വേലുകൊണ്ടും ശൂലം കൊണ്ടും ആ രാക്ഷസപ്പടയെ ചെറുത്തു. വിത്രസ്തരായത് രക്ഷോബലം, അവരൊക്കെ പേടിച്ചോടാൻ തുടങ്ങി, പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. യുദ്ധകോലാഹലം കൊണ്ടു ജഗത്രയം ഉദ്ധൂതമായിതു ചിത്രമത്രേ തുലോം. അന്തകപ്പടയും രാക്ഷസപ്പടയും തമ്മിലുള്ള അതിഭയങ്കരമായ യുദ്ധം കൊണ്ട് 3 ലോകങ്ങളും ആ യുദ്ധകോലാഹല ശബ്ദം കൊണ്ട് മുഖരിതമായി എന്നാണ് പറഞ്ഞത്. ഇനിയും നോക്കാം. രാത്രിഞ്ചരന്മാർ തളർന്നു ചമഞ്ഞതു പാർത്തു ദശഗ്രീവനും അതിക്രുദ്ധനായി അത്യർത്ഥമാസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചാനാത്തലൊഴിഞ്ഞു നിന്നന്തക സൈന്യവും. തൻ്റെ സൈന്യങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കോപത്തോടു കൂടി രാവണൻ യുദ്ധത്തിനിറങ്ങി ആ യമഭടന്മാരെ തൻ്റെ അസ്ത്രപ്രയോഗത്താൽ വലയ്ക്കാൻ തുടങ്ങി. പക്ഷേ മറിച്ചുള്ള അത്യർത്ഥം തിരിച്ച് അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ച് അവർ അന്തക സൈന്യം യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അത്തലൊഴിഞ്ഞു നിന്ന് അന്തക സൈന്യം ശസ്ത്രശൂലാസ്ത്ര വജ്രാദി പ്രഹരേണ രക്താഭിഷിക്തനായി നക്തഞ്ചരേന്ദ്രനും. യമകിങ്കരന്മാരുടെ
ആയുധപ്രയോഗം ഏറ്റിട്ട് ശരീരം മുഴുവനും രക്തം കൊണ്ട് അഭിഷേകം നടത്തിയതുപോലെയായി രാവണൻ. പുഷ്പിത ശിംശപാതുല്യ ശരീരനായി പുഷ്പകാഗ്രേ നിന്നു ഭൂമിയിൽ ചാടിനാൻ. ഇവിടെ എന്തിനോടാണ് ആ രാവണ ശരീരത്തെ ഉപമിച്ചിരിക്കുന്നത്? പുഷ്പിത ശിംശപാതുല്യ ശരീരനായി, പുഷ്പിച്ചു നിൽക്കുന്ന ശിംശപാവൃക്ഷത്തിന് തുല്യമായിട്ടാണ്. എന്താ പറയുന്നത്, വലിയ ഒരു ശിംശപാവൃക്ഷം, ചുമന്ന പൂക്കളാണ് അതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത് രാവണ ശരീരത്തെ. ഉടൻ തന്നെ കോപിച്ച് പുഷ്പക വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടി. ഭൂമിയിൽ ചാടിനാൽ എന്ന് പറഞ്ഞാൽ യമപുരിയിലേക്ക് ചാടിയെന്ന് അർത്ഥം. ഭൂമിയിൽ അല്ലല്ലോ യമപുരി ഉള്ളത്. അങ്ങനെ നോക്കിയാൽ എന്തായാലും വില്ലും ശരങ്ങളും കൈക്കൊണ്ടു രാവണൻ കൊല്ലുന്നതുണ്ടിവരെ ക്ഷണം കൊണ്ടെന്ന് പാശുപതാസ്ത്രം ജപിച്ചു തൊടുത്തിതാകാശ അന്തരമെന്നിയേ. ആകാശഭൂമി അന്തരമെന്നിയേ. നോക്കണേ, പാശുപതാസ്ത്രം എടുത്തിട്ട് തൊടുത്തു. എന്തു പറഞ്ഞിട്ടാണ്? ഇവരെ എല്ലാത്തിനെയും ഇപ്പം തന്നെ ഈ യമഭടന്മാരെയൊക്കെ തന്നെ വധിക്കുന്നതുണ്ട് ഈ ക്ഷണം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് പാശുപതാസ്ത്രം എടുത്ത് തൊടുത്തു. ആകാശഭൂമി അന്തരമെന്നിയേ. ആകാശവും ഭൂമിക്കും ഇടയിലുള്ള ആ സ്ഥലം മുഴുവനും ഉജ്ജ്വലിച്ചേറ്റമെരിയുന്നത് കണ്ടു. അവിടെ മുഴുവനും അഗ്നിമയമായി എന്ന് സാരം. നിർജ്ജര ദൈത്യ ഗന്ധർവ യക്ഷാദികൾ, നിർജ്ജരന്മാർ, ദേവന്മാർ, ദൈത്യന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ഇവരൊക്കെ വിത്രസ്തരായ അകന്നിടിനാരന്നേരം പേടിച്ച് വിറച്ച് അവിടെ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങി. ശത്രുസംഘത്തെ ഒടുക്കുവാനായി വന്നൊരസ്ത്രാഗ്നി തന്നിൽ ദഹിച്ചു തുടങ്ങിനാർ. ആ പാശുപതാസ്ത്രം സംഘത്തെ, യമഭടന്മാരായ ഇപ്പോൾ രാക്ഷസന്മാരുടെ ശത്രുക്കളാരാണ്? യമഭടന്മാർ. അപ്പം ആ യമഭടന്മാരെ ഒടുക്കുവാനായിട്ട് വന്ന അസ്ത്രാഗ്നി, ആ പാശുപതാസ്ത്ര പ്രയോഗത്താൽ ഉണ്ടായ അഗ്നി, അതിൽ ഓരോരുത്തരും ദഹിക്കാൻ തുടങ്ങി. മിത്രാത്മജാനുചരന്മാർ, ആരാണ്? മിത്രാത്മജാനുചരന്മാരാണ് അതിൽപ്പെട്ട് വെന്തുരുകാൻ തുടങ്ങിയത്. മിത്രൻ സൂര്യൻ, സൂര്യപുത്രനായ യമൻ, ആ യമൻ്റെ അനുചരന്മാർ, ഭടന്മാർ. അപ്പോൾ ആ യമഭടന്മാർ രാവണൻ്റെ പാശുപതാസ്ത്ര പ്രയോഗത്താലുണ്ടായ അഗ്നിയിൽ കത്തിയമരാൻ തുടങ്ങി. അത് കണ്ടിട്ട് നക്തഞ്ചരന്മാരുമാർത്തു തുടങ്ങിനാർ. നക്തഞ്ചരന്മാർ, രാക്ഷസന്മാരൊക്കെ ആർത്തട്ടഹസിക്കാൻ തുടങ്ങി. ഇനി മുന്നോട്ട് രാവണ കാലയുദ്ധമാണ്. കാലൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് വരാൻ പോവുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.